ഹായ്, എല്ലാവർക്കും മെയ് ദിനാശംസകൾ. അപ്പം നമ്മൾ മെയ് ഡേ ആയിട്ട് സാധാരണക്കാർ തൊഴിലാളികളുടെ ഭക്ഷണം ഉണ്ടാക്കിയാലോ, നമ്മുടെ കഞ്ഞിയും പയറും. അപ്പോൾ കഞ്ഞിയും പയറും ഉണ്ടാക്കാനായിട്ട് ആ സമയത്താണല്ലോ നമ്മൾ ഇൻഗ്രീഡിയൻസ് തപ്പിപ്പോകുന്നത്. അപ്പോൾ കഞ്ഞി വെച്ചു, പയർ പുഴുങ്ങാനിട്ടു, അതായത് കുക്കറിൽ വിസിലടിച്ചു. പക്ഷേ അതിൽ ഒരബദ്ധം പറ്റിയിട്ടു. ആ അബദ്ധം ഞാൻ പിന്നീട് പറയാം. പിന്നെ പപ്പടം ചുടാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് പപ്പടം തീർന്നതറിഞ്ഞത്. എന്നാൽ പിന്നെ ഫ്രിഡ്ജിലിരുന്ന് ഉണ്ടമുളക് എടുത്ത്, അതായത് ഈ ഉണക്കമുളക് കൊണ്ടാട്ടമില്ലേ, അത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചപ്പോൾ എണ്ണ കുറച്ചൊന്ന് കൂടിപ്പോയി. പപ്പടം വറക്കാനുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ പപ്പടം ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടമുളക് അതിനകത്തിട്ട് ഇങ്ങനെ ചിക്കിത്തോർത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി നന്നായിട്ടൊരു ഇച്ചിരി കരിവായോ എന്നൊരു സംശയം. എന്തായാലും അത് കോരിയെടുത്തു. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഫുള്ള് ഉറുമ്പ് ശല്യമാണേ, കടിയൻ ഉറുമ്പില്ലേ. അപ്പോൾ അതെന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. അപ്പോൾ ഇപ്പം പരീക്ഷിച്ച് നോക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പയർ വേവിച്ച് വെച്ചതിനകത്തോട്ട് നമുക്ക് കടുക് വറക്കണമല്ലോ. കടുക് വറക്കാൻ വേണ്ടിയിട്ട് ആ ഉണ്ടമുളക് വറുത്ത എണ്ണ തന്നെ എടുത്തിട്ട് കടുകും ഇച്ചിരി ഒരു ചുമന്നുള്ളി, ഒരു വെളുത്തുള്ളി, വറ്റൽമുളകും കൂടി ഇട്ട് ഇളക്കി, എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കേട്ടോ. ആ മുളക് പൊടിയും ഒന്നിച്ചിരി കരിവായി പോയിട്ടെന്ന് തോന്നുന്നു. കാരണം എണ്ണ ഓൾറെഡി മുളക് വറുത്തുകൊണ്ട് തിളച്ച് കിടക്കുകയായിരുന്നേ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ ഈ പയറില്ലാത്ത കാര്യം പറഞ്ഞില്ലേ, പയർ പുഴുങ്ങാൻ വെച്ചത്, വിസിലടിക്കാൻ വെച്ചത് കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ കൊഞ്ച് ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അത് അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ എത്രത്തോളം പയറിൽ ഉപ്പ് പിടിക്കും എന്നറിയില്ല, എങ്കിലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയും പയറും, പപ്പടമില്ല, ഉണ്ടമുളകും അച്ചാറും കൂട്ടി നമുക്ക് ഈ ചൂട് കാലത്ത് ചൂട് കഞ്ഞി കുടിക്കാൻ, നട്ട വെയിലാണ് കേട്ടോ പുറത്ത്, എന്നാലും ചൂട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി പാത്രത്തിനകത്തോട്ടാക്കി. ഇതിപ്പോൾ ആർക്ക് വിളമ്പും എന്നുള്ള സംശയത്തിലാണ് കേട്ടോ ഈ സംശയിച്ച് വിളമ്പുന്നത്. എന്തായാലും എനിക്ക് തന്നെ വിളമ്പി. അപ്പോൾ അതുകൊണ്ടാണ് 3-4 കയ്യിൽ അല്ലെങ്കിൽ ഈ തവി, സ്പൂണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ കഞ്ഞി വിളമ്പി. അച്ചാർ ഫ്രിഡ്ജിൽ എത്തിരുന്നതാണ്, ഒരു 4-5 മാസം പഴക്കമുണ്ട്. മാങ്ങാക്കറിയോ മാങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഇച്ചിരി ലൂസായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു. എല്ലാവരും കഞ്ഞി കുടിച്ചോ? അല്ല, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും സ്പെഷ്യൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.